നമസ്കാരം. പ്രധാന വാർത്തകൾ. കള്ളക്കടൽ പ്രതിഭാസം. നാളെയും കേരള തീരത്ത് കടലാക്രമണത്തിന് സാധ്യത. നാളെ രാത്രി 11:30 വരെ 0.5 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ഗവേഷണ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് ഇന്ന് ഉച്ചയ്ക്ക് 2:30 വരെ 1.0 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ഉറിയിൽ ഭീകരരുമായി ഏറ്റുമുട്ടൽ. 2 ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ രാജ്യം നടുങ്ങിയിരിക്കെ ബാരാമുള്ളയിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം തടഞ്ഞ സൈന്യം 2 ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിച്ചു. നിരവധി ആയുധങ്ങളും പിടിച്ചെടുത്തു. ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. അതേസമയം രാജ്യത്താകെ ഞെട്ടിച്ച പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ലഷ്കർ നേതാവ് സെയ്ഫുള്ള കസൂരിയാണെന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ബൈസരൻ വാലിയിൽ നടന്നത് ലഷ്കർ ISI ആസൂത്രിത ആക്രമണമെന്ന് സുരക്ഷാ ഏജൻസികൾ വിലയിരുത്തുന്നുണ്ട്. ലഷ്കർ-എ തോയ്ബയുടെ പങ്ക് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാശ്മീർ ടൂറിസത്തെ താറുമാറാക്കി. പഹൽഗാം ഭീകരാക്രമണം. യാത്രകൾ റദ്ദാക്കി വിനോദസഞ്ചാരികൾ. ചൊവ്വാഴ്ച നടന്ന ഭീകരാക്രമണത്തിൽ 28 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇതോടെ കാശ്മീരിൽ അവധിക്കാലം ആഘോഷിക്കാൻ പദ്ധതിയിട്ടിരുന്ന നിരവധി വിനോദസഞ്ചാരികളാണ് യാത്രകൾ റദ്ദാക്കിയിരിക്കുന്നത്. ഹൈദരാബാദിൽ നിന്ന് നിരവധി ആളുകൾ എല്ലാ വർഷവും കാശ്മീർ സന്ദർശിക്കാറുണ്ട്. അത്തരത്തിൽ കാശ്മീർ താഴ്വരയിൽ അവധിക്കാലം ആഘോഷിക്കാൻ പദ്ധതിയിട്ടിരുന്ന നിരവധി ഹൈദരാബാദ് സ്വദേശികളാണ് ഇപ്പോൾ തങ്ങളുടെ തീരുമാനം പുനഃപരിശോധിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ വാർത്ത പരന്നതോടെ ജമ്മു കാശ്മീരിലേക്ക് യാത്ര ചെയ്യാൻ പദ്ധതിയിട്ടിരുന്ന ആളുകൾ ഹോട്ടൽ, വിമാന ബുക്കിംഗുകൾ റദ്ദാക്കാൻ നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ട്രാവൽ ഏജന്റുമാർ പറഞ്ഞു. അടുത്ത 10 ദിവസത്തേക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്ന എല്ലാ കാശ്മീർ യാത്രകളും റദ്ദാക്കിയതായി സ്കൈലിങ്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം നടത്തുന്ന ആശിഷ് ശർമ്മ പറഞ്ഞു. സുഹൃത്തുക്കൾക്കൊപ്പം ചെലവഴിച്ചതിന് ശേഷം കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്കൊപ്പം ഫ്ളാറ്റിലെത്തി. 21 കഴിയെ മൂവർ സംഘം പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി പരാതി. 3 സുഹൃത്തുക്കൾക്കെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. തിങ്കളാഴ്ച രാത്രി കുന്ദമംഗലത്തെ ഫ്ളാറ്റിലെത്തിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. നഗ്ന വീഡിയോ പകർത്തുകയും ഭീഷണിപ്പെടുത്തിയതായി യുവതി മൊഴി നൽകി. മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിങ്കളാഴ്ച രാത്രി 12 മണിക്ക് ശേഷമാണ് സംഭവം. സുഹൃത്തുക്കൾക്കൊപ്പം ചെലവഴിച്ചതിന് ശേഷം കൂടെയുണ്ടായിരുന്ന ഒരാൾക്കൊപ്പം ഫ്ളാറ്റിലെത്തിയിരുന്നു യുവതി. 3 സുഹൃത്തുക്കൾക്കെതിരെയാണ് പീഡന പരാതി നൽകിയിരിക്കുന്നത്. തമിഴ്നാട് സർക്കാരിന് തിരിച്ചടി. ടാസ്മോക്ക് കേസിൽ തമിഴ്നാട് സർക്കാരിന് തിരിച്ചടി. ED റെയ്ഡിനെതിരായ ഹർജികൾ മദ്രാസ് ഹൈക്കോടതി തള്ളി. റെയ്ഡ് നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിക്കാനാകില്ല. അന്വേഷണവുമായി EDക്ക് മുന്നോട്ട് പോകാം. കള്ളപ്പണ ഇടപാടുകൾ രാജ്യത്തിനെതിരായ കുറ്റമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ജീവനക്കാർക്കുണ്ടായ അസൗകര്യങ്ങളെക്കാൾ രാജ്യ താൽപര്യമാണ് പ്രധാനം. റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് കോടതിക്ക് പറയാനാകില്ല. ബെഞ്ചിന് മുന്നിലെത്തുന്ന വസ്തുതകൾ മാത്രമേ കണക്കിലെടുക്കാനാകൂ എന്നും കോടതി പറഞ്ഞു. ടാസ്മാക്കിന്റെ ഓഫീസുകളിൽ കഴിഞ്ഞ മാസം ED നടത്തിയ റെയ്ഡിനെതിരായ ഹർജികളിലാണ് മദ്രാസ് ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞത്.